ഈ പ്രിയപ്പെട്ട ഭവനത്തിൽ കടന്നു വരുവാൻ ഞങ്ങൾ കർത്താവിനെ സ്തുതിക്കുവാൻ ഒരു അവസരം തന്നതിനായി സ്തുതിക്കുന്നു. പ്രിയ ദേവനെയും ഈ സഹോദരിയെ തുടർന്നുള്ള ദൈവം നടത്തി മനുഷ്യനേകനായ നന്നെല്ലാം ദൈവം കണ്ടു തക്കതായ തുണയെ ഒരുക്കി കൊടുക്കുക. അവർക്ക് ഇത്രയും കാലങ്ങൾ സന്തോഷമായി സമാധാനമായി കുടുംബജീവിതം നയിക്കുവാൻ കർത്താവ് കൊടുത്ത എല്ലാ ക്രമങ്ങൾക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യും. എൻ്റെ മക്കളെയും നീ കാണുമെന്നുള്ള അങ്ങയുടെ വചനപ്രകാരം എല്ലാ ഭൗതികമായ അനുഗ്രഹങ്ങളും ആത്മീയ അനുഗ്രഹങ്ങളും നൽകി ഭാരങ്ങളെയും പ്രയാസങ്ങളെയും രോഗങ്ങളെയും മദ്യം കൂടി കടന്നു പോകുന്നതായ സമയങ്ങളിൽ കൈവിടാതെ എത്രത്തോളം ക്ഷേമകരമായി ഞങ്ങളെല്ലാം നടത്തുന്ന അങ്ങയുടെ സ്നേഹത്തിനായി ഞങ്ങളെ വാഴ്ത്തുന്നു. ഇന്നയുടെ പ്രത്യേക ശുശ്രൂഷയിലൊക്കെ അവിടുത്തെ മഹനീയ സാന്നിധ്യം തന്നു. അന്നേരങ്ങളരുടെ അനുഗ്രഹം പ്രാപിച്ച് കടന്നു പോകുവാൻ ഞങ്ങൾക്കെല്ലാം കൃപ തരണം. ഞങ്ങളുടെ കുറവുകളും കുറ്റങ്ങളൊക്കെ ക്ഷമിക്കണം. കൊടുക്കുന്ന അല്പമായ ആയുസ് കർത്താവിനായിട്ട് ജീവിപ്പാനും പ്രവർത്തിപ്പാനും എല്ലാവരെയും സഹായിക്കണം. താരമായി കൊടുത്തിരിക്കുന്ന കുഞ്ഞുങ്ങളെയെല്ലാം കുടുംബമായി സമർപ്പിക്കുന്നു. രാജ്യത്തിനകത്തും വെളിയിലൊക്കെ ആയിട്ട് അവർ ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നു. അവരെയൊക്കെ കൊച്ചു കുഞ്ഞുങ്ങളെല്ലാം തിരുക്കരങ്ങൾ സമർപ്പിക്കുന്നു. എല്ലാവരും ഈ കർത്താവിനോട് നന്ദിയുള്ളവരായി കർത്താവിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനായി ജീവിപ്പാൻ എല്ലാവരെയും സഹായിക്കണം. നടക്കുന്ന എല്ലാ ശുശ്രൂഷയിൽ കൂടെയും തിരുവേണ്ടി മഹത്വം കൊടുക്കണം. ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ നിൻ്റെ മക്കൾക്കായി സ്തോത്രം. കടന്നനുമായിരിക്കുന്നവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. കാലാവസ്ഥയൊക്കെ ഇത്രത്തോളം അനുകൂലമാക്കി തന്നതിനായി സ്തോത്രം. പ്രത്യേകിച്ച് കർത്താവെ ഈ ഭവനത്തിൽ വാർദ്ധക്യത്തിലും ക്ഷീണത്തിലായിരിക്കുന്ന ആ പ്രിയപ്പെട്ട സഹോദരിയും അവിടുത്തെ കരകൾ താങ്ങി നടക്കണം. പ്രിയപ്പെട്ട മാതാപിതാക്കളൊക്കെ കടന്നുപോയി. ദൈവപ്രത്യാശികളും ദൈവസമാധാനത്തിലും അവരൊക്കെ ജീവിച്ചു. അവരുടെ നല്ല മാതൃക പിൻപറ്റുവാൻ പിൻതലമുറകൾക്കൊക്കെ കൃപ ചെയ്യണം. പ്രിയപ്പെട്ട അച്ഛന്മാർക്കായി സ്തോത്രം, സുവിശേഷക്കായി സ്തോത്രം. ബഹുമാനപ്പെട്ട നമുക്ക് ഏവർക്കും അറിയാവുന്ന പോലെ എം ജോസാറിൻ്റെ ഇളയ മകൾ ജിൻസിയുടെ ഹസ്ബൻഡ് ട്രൈസിൻ്റെ പിതാവും കൂടെയാണല്ലോ. അച്ഛനോടുള്ള സ്നേഹം ഒരിക്കൽ കൂടെ പങ്കുവയ്ക്കുകയാണ്. ഇനി നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു പാട്ട്, ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം എന്ന പാട്ട് ഈ സമയത്ത് ആലപിക്കണം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം, ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോൽ, ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോൽ. നിന്നതല്ല നാം, ദൈവം നമ്മെ നിർത്തിയതാ, നേടിയതല്ല ദൈവമെല്ലാം തന്നതല്ലേ. നിന്നതല്ല നാം, ദൈവം നമ്മെ നിർത്തിയതാ, നേടിയതല്ല ദൈവമെല്ലാം തന്നതല്ലേ. നടത്തിയ വിധങ്ങൾ ഓർത്തിടുമ്പോൾ നന്ദിയോടെ നാഥനു സ്തുതി പാടിടാം. നടത്തിയ വിധങ്ങൾ ഓർത്തിടുമ്പോൾ നന്ദിയോടെ നാഥനു സ്തുതി പാടിടാം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം, ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം, ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോൽ, ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോൽ. സാധ്യതകളോ അസ്തമിച്ചു പോയിടുമ്പോൾ, സോദരങ്ങളോ അകന്ന
അകന്നങ്ങു മാറിടുമ്പോൾ സാധ്യതകളോ അസ്തമിച്ചു പോയിടുമ്പോൾ സോദരങ്ങളോ അകന്നങ്ങു മാറിടുമ്പോൾ സ്നേഹം തന്നു വീണ്ടെടുത്ത യേശുനാഥൻ സകലത്തിലും ജയം നൽകുമല്ലോ. സ്നേഹം തന്നു വീണ്ടെടുത്ത യേശുനാഥൻ സകലത്തിലും ജയം നൽകുമല്ലോ. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോ. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോ. മാതാപിതാക്കളുടെ 50ാമത് വെഡിങ് ആനിവേഴ്സറിയുമായി ബന്ധപ്പെട്ടാണല്ലോ നമ്മളെല്ലാവരും ഇവിടെ കൂടി വന്നിരിക്കുന്നത്. എല്ലാവർക്കും സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ് എന്നിൽ അർപ്പിച്ചിട്ടുള്ള കർത്തവ്യം. ഞാൻ ഇവിടെ ഇരുന്നപ്പോൾ എൻ്റെ ബാല്യകാലത്തിലേക്ക് എൻ്റെ ഓർമ്മകൾ പോവുകയാണ്. മാതാപിതാക്കളുടെ കൂടെ പള്ളിയിൽ പോകുവാനും ആരാധനയിൽ സംബന്ധിക്കുവാനും ഒക്കെ വലിയവനായ ദൈവം എനിക്ക് ഭാഗ്യം നൽകി. പിതാവ് സൺഡേ സ്കൂളിൽ പഠിപ്പിച്ചതായ ആ ക്ലാസ്സിൽ എനിക്ക് പഠിക്കുവാനും വലിയവനായ ദൈവം എനിക്ക് ഇടയാക്കി. അങ്ങനെ ചെറുപ്പത്തിലെ സൺഡേ സ്കൂളൊക്കെ പഠിച്ച് ദൈവഹിതപ്രകാരം ജീവിപ്പാനൊക്കെ കുടുംബമായിട്ട് എന്നെ ദൈവം ഇടയാക്കിക്കൊണ്ടിരിക്കുന്നു. അതിനായി ദൈവം എന്നെ സഹായിക്കുന്നു. അപ്പോൾ ആ കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇപ്പോൾ ഓർത്തു പോകുന്നത്. അങ്ങനെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരു സാക്ഷിയായിട്ട് നിൽപ്പാൻ വലിയവനായ ദൈവം എന്നെ ഇടയാക്കുന്നു. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഇന്ന് ഈ വെഡിങ് ആനിവേഴ്സറി മീറ്റിങ്ങിൽ അധ്യക്ഷനായിട്ട് വന്നിരിക്കുന്നത് ഞങ്ങളുടെ സെൻറ് തോമസ് ഇവാഞ്ചലിക്കൽ ചർച്ച് ഓഫ് ഇന്ത്യ വാളകം ഇടവകയുടെ വികാരി റവറൻ RP ബാബു അച്ഛനാണ്. അച്ഛൻ ഞങ്ങൾ പ്രോഗ്രാം തയ്യാറാക്കുന്നത് മുതലെല്ലാം ഞങ്ങളെ കൂടുതലായിട്ട് ഞങ്ങളെ സഹായിക്കുകയായിരുന്നു. ഞാനത് ഓർക്കുകയാണ്. അച്ഛൻ കൃത്യസമയത്ത് തന്നെ വരികയും ഈ പ്രോഗ്രാമിൻ്റെ അധ്യക്ഷത അലങ്കരിക്കുകയും ചെയ്യുന്നു. അച്ഛൻ എന്നെ കുടുംബമായിട്ട് ഞങ്ങളെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായിട്ട് ഞങ്ങളുടെ ബന്ധു കൂടിയായിട്ടുള്ള KC ജോർജ് അച്ഛനാണ്. അച്ഛനും കൃത്യസമയത്ത് കടന്നു വരികയും ഈ പരിപാടിയുടെ ഭാഗമായി തീരുകയും ചെയ്യുന്നുണ്ട്. അച്ഛനെ കുടുംബത്തിൻ്റെ പേരിൽ പ്രത്യേകം സ്വാഗതം ചെയ്യും. അടുത്തതായിട്ട് ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് എത്തിയിട്ടുള്ള റവറൻ KP തങ്കച്ചനച്ഛനാണ്. അച്ഛൻ ഞങ്ങളുടെ ഇടവകയുടെ ഒരു മെമ്പർ കൂടിയാണ്. അച്ഛൻ കൃത്യസമയത്ത് ഇടവകയുടെ വൈസ് പ്രസിഡന്റാണ്. കൃത്യസമയത്ത് തന്നെ അച്ഛൻ കടന്നു വരികയും ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുകയും ചെയ്യുന്നു. ഞങ്ങളുടെ കുടുംബത്തിൻ്റെ പ്രത്യേകം സ്വാഗതം ആശംസിച്ചു കൊടുക്കും. അടുത്തതായിട്ട് നമ്മൾ മുഖ്യ അതിഥിയായിട്ട് കടന്നു വരാൻ ഏറ്റിരിക്കുന്നതായ ഞങ്ങളുടെ പ്രിസൈഡിംഗ് ബിഷപ്പ് മോസ്റ്റ് റവറൻ ഡോക്ടർ എബ്രഹാം ചാക്കോ തിരുമേനിയാണ്. തിരുമേനിയോടെ തന്നെ കടന്നു വരുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. തിരുമേനിയെ ഈ മീറ്റിങ്ങിലേക്ക് പ്രത്യേകം സ്വാഗതം ചെയ്തു. പിന്നെ ഞങ്ങളുടെ ഇന്നത്തെ പ്രധാന ആകർഷണമായിട്ടുള്ള മാതാപിതാക്കളുടെ 50ാമത്തെ വെഡിങ് ആനിവേഴ്സറി ആണല്ലോ ഇന്ന് ഇവിടെ ഈ മീറ്റിംഗ് ആയിട്ട് കൂടി നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അവരെ പ്രത്യേകം ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യും. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സെൻറ് തോമസ് ഇവാഞ്ചലിക്കൽ സഭയുടെ
പ്രിസൈഡിംഗ് ബിഷപ്പും ഇന്ന് ഈ അനുഗ്രഹീതമായിട്ടുള്ള സമ്മേളനം ഉദ്ഘാടനം ചെയ്യുവാൻ എത്തിച്ചേർന്നതുമായ അഭിവന്ദ്യനായ മോസ്റ്റ് റെവറൻഡ് ഡോക്ടർ എബ്രഹാം ചാക്കോ തിരുമേനി, ഇന്ന് വിവാഹ ജീവിതത്തിൽ 50 വർഷം പൂർത്തിയാക്കി ഇന്ന് വളരെ സന്തോഷത്തോടെയും തേജസ്സോടും കൂടെ ഇന്ന് ആയിരിക്കുന്ന ബഹുമാനപ്പെട്ട എം ജോർജ് സാറും, പ്രിയപ്പെട്ട മോളി ടീച്ചർ, പ്രിയപ്പെട്ട വന്ധ്യവൈദിക ശ്രേഷ്ഠര്, അതുപോലെ ഇന്ന് ഈ സമ്മേളനത്തിൽ വിവിധ നിലകളിൽ ആശംസകൾ അറിയിക്കുവാൻ എത്തിച്ചേർന്നിട്ടുള്ള രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക, മത എന്നീ നിലകളിലുള്ള പ്രിയപ്പെട്ട സഹോദരങ്ങൾ, സുവിശേഷകർ, സേവനി കൊച്ചമ്മമാർ, സെൻറ് തോമസ് ഇവാഞ്ചലിക്കൽ സഭയുടെ കീഴിലം സെൻറ്ററിൻ്റെ പ്രസിഡൻറ്റും സെക്രട്ടറിയും ട്രഷററും വൈസ് പ്രസിഡൻറ്റും അങ്ങനെ ജോയിൻറ്റ് സെക്രട്ടറിയും എല്ലാം അടങ്ങുന്ന ആ ഒരു ടീം, ഈ പ്രിയപ്പെട്ടവരുടെ ക്ഷണം സ്വീകരിച്ച് ദേശത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇന്ന് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രത്യേകമായി വന്ദനം പറയുകയാണ്. വളരെ അത്ഭുതത്തോടുകൂടെയാണ് ഞാനിന്ന് ഈ ശുശ്രൂഷയിലായിരിക്കുന്നത്. കുടുംബജീവിതത്തിൽ 50 വർഷം പൂർത്തിയാക്കുക എന്ന് പറയുന്നത് ദൗത്യമാണ്, അത് വെല്ലുവിളി നിറഞ്ഞതാണ്. ഒരുപക്ഷെ നമുക്കൊക്കെ എത്തിപ്പിടിക്കാൻ കഴിയുന്നതിനും അപ്പുറത്തുള്ള ഒരു കാര്യം കൂടെയാണ്. 50 വർഷങ്ങൾക്കിടയിൽ ഇണക്കങ്ങളും പിണക്കങ്ങളും ഒട്ടിച്ചേരലും എല്ലാം കഴിഞ്ഞ് അതിനെ ഭംഗിയായി കുടുംബജീവിതത്തെ കൈകാര്യം ചെയ്ത് 50 വർഷം പൂർത്തീകരിച്ച് ഇന്ന് നമ്മുടെ മധ്യത്തിലുള്ള പ്രിയ സാറും ടീച്ചറും, പ്രത്യേകമായി അവരെ സാറും ടീച്ചറും ആയിരിക്കുന്ന പള്ളിയിലെ വികാരി എന്നുള്ള രീതിയിൽ ഞാൻ അഭിനന്ദിക്കുകയാണ്. ദൈവം കൂടുതൽ നന്മകൾ പുതിയ വർഷങ്ങളിൽ നൽകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഒരു കാര്യം വേഗത്തിൽ പറഞ്ഞ്, ഒരു കഥ വേഗത്തിൽ പറഞ്ഞതിൻ്റെ അധ്യക്ഷ പ്രസംഗം ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരു ഗ്രാമത്തിൻ്റെ അതിർത്തിയിൽ ഒരു പഴയകാലങ്ങളിൽ അവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വിളക്ക് തൂൺ എന്ന് പറഞ്ഞാൽ കൂടുതലായിട്ട് മനസ്സിലാവും. ഇന്ന് അതിൻ്റെ ഇടയിൽ കൗൺസിൽ മെമ്പേഴ്സ് വന്നിട്ടുണ്ട്. അവരെയും സന്തോഷത്തോടു കൂടി ഈ സമയത്ത് ഓർക്കുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല. സഭയുടെ സ്റ്റിയറിംഗ് കമ്മിറ്റി മെമ്പേഴ്സാണ് അവരെ ഓർത്ത കർത്താവിനെ സ്തോത്രം ചെയ്തു. ആ വിളക്ക് തൂൺ എല്ലാ സായാഹ്നങ്ങളിലും അത് പ്രകാശം ആരംഭിക്കുവാനായിട്ട് തുടങ്ങി. വർഷങ്ങൾ കടന്നുപോയി. ഒരിക്കൽ വളരെ അന്വേഷണ കുതുകിയായ ഒരു ചെറുപ്പക്കാരൻ ഈ വിളക്ക് തൂണിനോട് സംസാരിച്ചു എന്നാണ് പറയുന്നത്. വിളക്ക് തൂണെ, ഇത്രയും വർഷങ്ങളായി, കഴിഞ്ഞ 50 വർഷമായി നിനക്ക് എങ്ങനെ ഈ മഴയും കാറ്റും കോളുമെല്ലാം അടങ്ങുന്ന ഈ പ്രകൃതിയുടെ എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ച് പ്രകാശിക്കുവാനായിട്ട് സാധിക്കുന്നു? വിളക്ക് തൂൺ പുഞ്ചിരിച്ചുകൊണ്ട് ഈ ചെറുപ്പക്കാരനോട് പറഞ്ഞുവെന്നാണ് ഞാൻ ആ കഥയിൽ വായിച്ചത്. എൻ്റെ ജീവിതത്തിൽ എൻ്റെ ജ്വാല അണയ്ക്കുവാനായി കൊടുങ്കാറ്റുകൾ ഉണ്ടായിട്ടുണ്ട്. മഴ എന്നെ മൂടി എൻ്റെ തിരി കെടുക്കുവാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഞാനല്ല വാസ്തവത്തിൽ പ്രകാശിച്ചത്, എന്നിൽ ഉളവായ ജ്വാലയാണ്. ആ ചെറുപ്പക്കാരൻ ആ സംവാദം അവസാനിപ്പിച്ചതിന് ശേഷം മടങ്ങുമ്പോൾ അദ്ദേഹം മനസ്സിൽ ഇങ്ങനെ കുറിച്ചിട്ടു, ജീവിതവും ഇതുപോലെ തന്നെയാണ്. അനേകം പ്രതിസന്ധികളും അതുപോലെ കൊടുങ്കാറ്റുകളും കോളുകളും നിറഞ്ഞ ഒരു കാലഘട്ടം. ഭാര്യ ഭർത്താക്കന്മാരെ സംബന്ധിച്ചിടത്തോളം പ്രതിസന്ധികൾ കുറവല്ല, ഏറെയാണ്. അനേകം കാര്യങ്ങളിൽ ആശയക്കുഴപ്പങ്ങളും എല്ലാം ഉണ്ടാകുന്നതാണ് ഒരു കുടുംബജീവിതം എന്ന് പറയുന്നത്. പക്ഷേ ഈ കുടുംബജീവിതത്തെ ധന്യമാക്കുന്നത് ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം, ഭാര്യയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഉള്ളിലുള്ള സ്നേഹത്തിൻ്റെ ജ്വാലയാണ്. കഴിഞ്ഞ 50 വർഷം പരസ്പരം സ്നേഹിച്ചും ഇണങ്ങിയും ഒട്ടിച്ചേർന്നും ഈ കുടുംബജീവിതത്തെ ധന്യമാക്കിയ, പവിത്രമാക്കിയ പ്രിയപ്പെട്ട എം ജോർജ് സാറിനെയും പ്രിയപ്പെട്ട ടീച്ചറെയും പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കൂടുതൽ നന്മകൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഈ അധ്യക്ഷ പ്രസംഗം ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇനിയുള്ള സമയം ഒരു വേദപുസ്തകത്തിൻ്റെ ഒരു പോർഷൻ ഈ സമയത്ത് വായിക്കും. സാം നമ്പർ
113 വേഴ്സസ് 1 to 6 ഈ കുടുംബത്തെ പ്രതികരിച്ചുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരി ജോളി ഈ സമയത്ത് വായിച്ചു. യഹോവയെ സ്തുതിപ്പീൻ, യഹോവയുടെ നാമത്തെ സ്തുതിപ്പീൻ, യഹോവയുടെ നാമത്തെ സ്തുതിപ്പീൻ. യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ, ഇന്നു മുതൽ എന്നേക്കും തന്നെ. സൂര്യന്റെ ഉദയം മുതൽ അസ്തമാനം വരെ യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. യഹോവ സകല ജാതികൾക്കു മീതെയും അവന്റെ മഹത്വം ആകാശത്തിനു മീതെയും ഉയർന്നിരിക്കുന്നു. ഉന്നതത്തിൽ അധിവസിക്കുന്നവൻ നമ്മുടെ ദൈവമായ യഹോവയ്ക്ക് തുല്യനായ ആരുള്ളൂ? ആകാശത്തിലും ഭൂമിയിലും ഉള്ളവയൊക്കെ അവൻ കുനിഞ്ഞു നോക്കുന്നു. ഈ പ്രിയപ്പെട്ട ജോർജ് സാറിനെയും ടീച്ചറെയും ആദരിക്കുവാൻ എത്തിച്ചേർന്നിട്ടുള്ളത് സഭയുടെ പ്രിസൈഡിംഗ് ബിഷപ്പും ഈ പ്രിയപ്പെട്ട കുടുംബവുമായി അടുത്ത ബന്ധം പുലർത്തുന്ന അഭിവന്ദ്യ മോസ്റ്റ് റെവറൻഡ് ഡോക്ടർ എബ്രഹാം ചാക്കോ തിരുമേനിയാണ് ഈ സമയത്ത് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് ഈ പ്രിയപ്പെട്ട സാറിനെയും ടീച്ചറെയും ആദരിക്കുവാനായി പ്രിയപ്പെട്ട തിരുമേനിയെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ത്രിയേക ദൈവത്തിൻ്റെ ശ്രേഷ്ഠ തിരുനാമത്തിൽ ഏവർക്കും എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. കുടുംബ ജീവിത യാത്രയിൽ 50 വർഷം പൂർത്തീകരിച്ച് നമ്മെ എല്ലാം ഇവിടെ വിളിച്ചുകൂട്ടി ദൈവത്തിന് മഹത്വം കരയറ്റുവാനായിട്ട് താല്പര്യപ്പെട്ട പ്രിയപ്പെട്ട എം ജോസ് സാർ, മോളി ടീച്ചർ, ഇവിടെ സന്നിധരായിരിക്കുന്ന വൈദ്യശ്രേഷ്ഠർ, ഈ ഇടപെട വികാരി ബഹുമാനായ RP ബാബുവച്ചൻ, യുവജന പ്രവർത്തന ബോർഡിൻ്റെ സെക്രട്ടറിയും കീഴിലം ഇടപെട വികാരിയുമായിരിക്കുന്ന പ്രിയപ്പെട്ട ഷിജു മാത്യു അച്ഛൻ, ഞങ്ങളുടെ പ്രിയപ്പെട്ട KC ജോർജ് അച്ഛൻ, ഈ വീടുമായിട്ടുള്ള അടുത്ത ബന്ധമാണല്ലോ. അതോടൊപ്പം തന്നെ KP തങ്കച്ചനച്ഛൻ, സന്നിധരായിരിക്കുന്ന സുവിശേഷന്മാർ, സേവന സഹോദരിമാർ, കുടുംബാംഗങ്ങൾ, പ്രിയപ്പെട്ട സാറിൻ്റെയും മോളി ടീച്ചറിൻ്റെയും ക്ഷണം സ്വീകരിച്ച് ഇവിടെ കടന്നു വന്നിരിക്കുന്ന വിശിഷ്ട അതിഥികൾ, സഭയുടെ നേതൃസ്ഥാനത്തിരിക്കുന്ന പ്രിയപ്പെട്ട സഭാ കൗൺസിൽ അംഗങ്ങൾ, സന്നിധരായിരിക്കുന്ന ഏവരുമേ, വീണ്ടും വരുന്നവനായ യേശു കർത്താവിൻ്റെ ധന്യവും ശ്രേഷ്ഠമായ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. ബഹുമാനായ RP ബാബുവച്ചൻ പറഞ്ഞതുപോലെ ഈ കുടുംബവുമായി അടുത്ത ബന്ധം പുലർത്തുവാൻ ദൈവം എനിക്ക് സഹായിച്ചു. പ്രിയപ്പെട്ട ജിമ്മിയുമായിട്ട് കൂടുതൽ സമയം ചെലവഴിപ്പാൻ സാധിച്ചിട്ടില്ല എങ്കിലും ജിമ്മിയുടെ സഹോദരിമാർ ജിൻസിയും ജോളിയും അവരുടെ ഭവനങ്ങളിൽ പോകുവാനും അവരോടൊത്ത് സമയം ചെലവഴിപ്പാനൊക്കെ ദൈവം തന്ന അവസരങ്ങളെ ഞാൻ ഓർക്കുന്നു. ക്രിസ്റ്റിൻ്റെയും ജിൻസിയുടെയും ഭവനത്തിൽ ആലൻഡിൽ താമസിക്കാൻ അവസരം ലഭിച്ചത് ഭാഗ്യമായിട്ട് ഞാൻ കരുതുകയാണ്. ജോലിയുടെ ഭവനം, ഡൽഹിയിലുള്ള ഫ്ലാറ്റ് പ്രതിഷ്ഠിക്കാൻ അവസരം ലഭിച്ചതും ഒരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. ഇന്ന് ഈ പ്രത്യേക സന്ദർഭത്തിൽ വളരെ വ്യക്തപ്പാടുണ്ടായിട്ടും ഇവിടെ കടന്നു വരുവാൻ ദൈവം എനിക്ക് സഹായിച്ചു. ഞാനൊരു യാത്രയിലാണ്, ഞാൻ അംലയ്ക്കുള്ള യാത്രയുടെ മധ്യയാണ് ഇവിടെ ഡ്രോപ്പ് ചെയ്തത്. അതുകൊണ്ട് പൂർണ്ണസമയം ഇവിടെ ഇരിക്കാനായിട്ട് സാധിക്കില്ല എന്നുള്ളത് ഖേദം ഞാൻ ആദ്യമേ പ്രകടിപ്പിക്കട്ടെ. ആദ്യമായിട്ട് ഞാൻ ചോദ്യം ചോദിച്ചുകൊണ്ട് ഞാൻ തുടങ്ങാം. പ്രിയപ്പെട്ട സാറിനോടും മോൾ ടീച്ചറോടും, ഈ 50 വർഷം ഇത്രയും യാത്ര ചെയ്യാനുള്ള സീക്രട്ട് എന്താണ്, രഹസ്യം എന്താണ്? താങ്ക് യു. ഈ യാത്രയുടെ രഹസ്യം ദൈവം സഹായിച്ചു. ദൈവത്തിന് സകല മഹത്വവും പുകഴ്ചയും കരറ്റുകയാണ്. ഇപ്പം ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊള്ളുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ ചിന്തിച്ചു, ഈ 50 വർഷത്തിനുള്ള ഒരു മാരേജ് അതെപ്രകാരമായിരുന്നു, എങ്ങനെയായിരുന്നു ഈ പ്രദേശത്ത് 50 വർഷത്തിന് മുമ്പുള്ള ഒരു സാഹചര്യം. എന്നാൽ ദൈവം 50 വർഷം ഈ പ്രിയപ്പെട്ടവരെ ഒരുമിച്ച് നടത്തി ദൈവത്തിൻ്റെ വിശ്വസ്തത അനുഭവിപ്പാൻ ദൈവം സഹായിച്ചു. ദൈവത്തിൻ്റെ കൃപകൾ അനുഭവിപ്പാൻ ദൈവം സഹായിച്ചു. ഞാൻ മനസ്സിലാക്കുന്നത് സാറിൻ്റെ കുടുംബത്തിൽ 8 മക്കളാണ്. സാറിന് സഹോദരനും ബാക്കി സഹോദരിമാരുമാണ്. പ്രിയപ്പെട്ട ബേബി ജോർജ് സാറ് കുടുംബത്തിലെ അളിയനാണ്. അപ്പം വളരെ അനുഗ്രഹമായ ശുശ്രൂഷകൾ സഭയ്ക്കും ദൈവരാജ്യത്തിനും ഇവിടെയുള്ള സെൻറ്ററിനും ഡയസിസിനും ഒക്കെ നൽകിത്തരുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബം.
സാറിൻ്റെ സഹോദരൻ എം ജോൺ സാറുമായിട്ടുള്ളതായ ബന്ധം എനിക്കുണ്ട്. ഞാൻ ഫിലദൽഫിയയിൽ വികാരിയായ സമയത്ത് എം ജോൺ സാർ കുടുംബവും സജീവ അംഗങ്ങളായിരുന്നു അവിടുത്തെ. അപ്പം അങ്ങനെ അടുത്ത ബന്ധം പുലർത്തിക്കൊണ്ട് മുൻപോട്ട് വന്ന് ദൈവം സഹായിക്കുന്നു. അതുകൊണ്ട് ഞാൻ നിർബന്ധമായും ഇവിടെ എത്തണമെന്ന് സാറിൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. ആഗ്രഹം സാധിപ്പിക്കാനായിട്ട് ദൈവം സഹായിച്ചു. ഞാൻ 3 കാര്യം പെട്ടെന്ന് പറഞ്ഞ് ഞാൻ നിർത്താം. ഒന്ന്, നമുക്ക് ദൈവം ദാനം തന്നതാണ് ഈ ജീവിതം. നമ്മുടെ ജീവിത പങ്കാളിയും ദൈവത്തിൻ്റെ ദാനമാണ്. അത് സ്ത്രീ ആയാലും പുരുഷനായാലും ദൈവമാണ് തക്ക തുണകളെ കൂട്ടിച്ചേർക്കുന്നത്. ഏദൻ പ്രതീക്ഷയിൽ ആരംഭിച്ച ആ വലിയ ശുശ്രൂഷ ദൈവം തുറന്നുകൊണ്ടേയിരിക്കുന്നു. 50 വർഷത്തിന് മുമ്പ് പ്രിയപ്പെട്ട എം ജോൺ സാറിനെയും മോളി ടീച്ചറെയും തക്ക തുണകളായിട്ട് കണ്ട് ദൈവം അവരെ കൂട്ടിച്ചേർത്തു. അവരുടെ ഈ ജീവിതത്തിൻ്റെ യാത്രയിൽ ദൈവം കൂടെ ഇരുന്നു. ഞാൻ ദൈവം കൂടെ ഇരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിന് ഒരു വാക്കോടെ പടി ചേർത്ത് ഞാൻ പറയുകയാണ്, ദൈവത്തിൻ്റെ കൃപ അവരുടെ കൂടെ. The grace of God was with them throughout their journey. ഈ 50 വർഷത്തെ ജീവിതയാത്രയിൽ ദൈവത്തിൻ്റെ ആ വലിയ കൃപ അവരോട് കൂടെ ഇരുന്നു. ഈ കൃപ കൂടെ ഇരിക്കുന്നു എന്ന് ഞാൻ പറയുമ്പോൾ 1 Corinthians 13 അധ്യായത്തിൽ നമ്മൾ സ്നേഹത്തിൻ്റെ ഒരു വലിയ പാട്ടാണ് കാണുന്നത്, ദ ഗ്രേറ്റ് ഹിം ഓൺ ലവ്. പക്ഷെ അതിൻ്റെ 7ാമത്തെ വാക്യത്തിൽ വരുമ്പം ഇവിടെ നാം കാണുന്ന പ്രകാരമാണ്, എല്ലാം പൊറുക്കുന്നു, എല്ലാം വിശ്വസിക്കുന്നു, എല്ലാം പ്രത്യാശിക്കുന്നു, എല്ലാം സഹിക്കുന്നു. അപ്പം ഇത് സാധിക്കണമെങ്കിൽ the grace of God is very essential. പൊറുക്കുവാനും സഹിക്കുവാനും ക്ഷമിക്കുവാനും പ്രത്യാശിക്കുവാനും ഒരു ജീവിതത്തിൻ്റെ യാത്രയിൽ ദൈവകൃപയില്ലെങ്കിൽ സാധിക്കില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് ഈ 50 വർഷത്തെ ജേണിയിൽ ഞാൻ മനസ്സിലാക്കുന്നു, ഉയർച്ചയിലും താഴ്ചയിലും പ്രതിസന്ധിയിലും വെല്ലുവിളികളിലും ദൈവത്തിൻ്റെ കൃപ ഈ മക്കളോട് കൂടെ ഇരുന്നു. ദൈവികമായ സാന്നിധ്യമുണ്ടായിരുന്നു. ആ ദൈവിക കൃപ കൂടെ ഇരുന്നുകൊണ്ട് അവർ 50 വർഷത്തെ കുടുംബജീവിതം മുൻപോട്ട് നയിക്കുന്നു. ഇറ്റ്സ് എ മൈൽ സ്റ്റോൺ. ഇറ്റ്സ് ഗോൾഡൻ ജൂബിലി. ഇറ്റ്സ് എ മൈൽ സ്റ്റോൺ. അപ്പം അവരുടെ ആ ജീവിതത്തിൻ്റെ ആ മാതൃക കണ്ടാണ് മക്കൾ 3 പേർ, ജിപ്പിയും ജോളിയും ജിൻസിയും, അവരുടെ കുടുംബങ്ങൾ, ഗ്രാൻഡ് ചിൽഡ്രൻ, അവരുടെ യാത്ര ഈ ഗ്രേസിൽ സാക്ഷ്യം വഹിച്ചുകൊണ്ടാണ്. അപ്പം ഈ വിജയത്തിൻ്റെ ഈ 50 വർഷത്തെ യാത്രയുടെ 1ാമത്തെ രഹസ്യമെന്ന് പറയുന്നത് ദ ഗ്രേസ് ഓഫ് ഗോഡ്. 2ാമതായിട്ട് എനിക്ക് ഓർപ്പിക്കാനുള്ളത്, ഈ ജീവിതത്തിൻ്റെ യാത്രയിൽ ധാരാളം നന്മകൾ അനുഭവിച്ചു. ഗിഫ്റ്റ് സാറിനെ സംബന്ധിച്ചോളം അനുഗ്രഹമായ ജീവിതയാത്ര, ദൈവത്തിൻ്റെ നന്മകൾ. ആൻഡ് സാർ എപ്പോഴും പറയുന്നൊരു കാര്യം, എവറിഥിങ് ഈസ് ഫ്രം അബവ്. ഇപ്പോഴും പറഞ്ഞല്ലോ, ഉയർത്തുന്നതാണ്. എവറിഥിങ് കംസ് ഫ്രം ഗോഡ്. എവറിഥിങ് ഈസ് ഗിഫ്റ്റ് ഓഫ് ഗോഡ്. എല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്. നമ്മുടെ ഇങ്ങോട്ടൊന്നും കൊണ്ടുവന്നില്ല, ഒന്നും കൊണ്ടുപോവുകയില്ല. എല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്. ഈ പ്രദേശത്ത് അനുഗ്രഹമായി ജീവിപ്പാൻ, ദൈവ നന്മകൾ അനുഭവിച്ച് ജീവിപ്പാൻ ദൈവം സഹായിച്ച വിശ്വസ്തയ്ക്കായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. സഭാപ്രസംഗങ്ങളുടെ പുസ്തകം അതിൻ്റെ 5-ാം അധ്യായം 18 മുതൽ 20 വരെയുള്ള വാക്കുകൾ ഞാൻ ഈ സമയത്ത് ഒന്ന് വായിക്കട്ടെ. ഞാൻ ശുഭവും ഭംഗിയുമായത് കണ്ടു. ദൈവം ഒരുത്തന്നെ കൊടുക്കുന്ന ആയുഷ്കാലമൊക്കെയും അവൻ തിന്നു കുടിച്ച് സൂര്യന് കീഴെ താൻ പ്രയത്നിക്കുന്ന തൻ്റെ സകല പ്രയത്നത്തിനും സുഖം അനുഭവിക്കുന്നു തന്നെ. അതല്ലോ അവൻ്റെ ഓഹരി. ദൈവം നൽകുന്ന ഓഹരിയാണ് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന നന്മകൾ. എവറിഥിങ് കം ഫ്രം ഗോഡ്. എവറിഥിങ് ഈസ് ഗിഫ്റ്റ് ഓഫ് ഗോഡ്. എല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്. ദൈവം ധനവും ഐശ്വര്യവും അതനുഭവിച്ച് തൻ്റെ ഓഹരി ലഭിച്ച തൻ്റെ പ്രയത്നത്തിൽ സന്തോഷിപ്പാൻ അധികാരം കൊടുത്തിരിക്കുന്ന ഏത് മനുഷ്യനും അത് ദൈവത്തിൻ്റെ ദാനം തന്നെ. രണ്ടാമതായിട്ട് ഈ വിജയത്തിൻ്റെയും ഈ അനുഗ്രഹത്തിൻ്റെയും രഹസ്യം എന്ന് പറയുന്നത് ഈ അക്നോളജ്മെൻ്റാണ്. എവറിഥിങ് ഈസ് ഗിഫ്റ്റ് ഫ്രം ഗോഡ്. എല്ലാം നിന്റെ ദാനമല്ലേ. സഭാപ്രസംഗം പറയുന്നത് എല്ലാം നിന്റെ ദാനമല്ലേ. ഈ മക്കൾ
50 വർഷത്തെ കുടുംബജീവിത യാത്ര മുൻപോട്ട് നയിക്കുമ്പോൾ ഉറക്കെ പ്രസ്താവിക്കുന്ന രണ്ടാമത്തെ രഹസ്യം, അനുഭവിക്കുന്നതൊക്കെ ദാനമാണ്. അത് മക്കളെയും കൊച്ചുമക്കളെയും ഒക്കെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട്. അതവരെ കാണുമ്പോഴും ഇടപെടുമ്പോഴും അവരോട് കൂടെ കൂട്ടായ്മ ആചരിക്കുമ്പോഴൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ദൈവം എല്ലാം ദാനം നൽകുന്നവനാണ്. The grace of God and gift of God. Thirdly, ഒരു കാര്യം പറഞ്ഞ് ഞാൻ പൂർത്തീകരിക്കുകയാണ്. അത് എന്ത് ചോദിച്ചാൽ ഗ്രാറ്റിറ്റ്യൂഡ്. കൃപ തന്നവനെ, അനുഗ്രഹങ്ങൾ തന്നവനെ മറക്കാതിരിക്കുന്ന ഒരു അനുഭവം, ഗ്രാറ്റിറ്റ്യൂഡ് ടു ഗോഡ്. സങ്കീർത്തനക്കാരൻ നമ്മെ ഓർപ്പിക്കുന്നുണ്ട്, അവൻ്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്. forget not all his benefits. ഒന്നും മറക്കരുത്. ഇന്ന് അയർലൻഡിൽ നിന്നും ഡൽഹിയിൽ നിന്നും അടുത്തുള്ള ദേശങ്ങളിൽ നിന്നും ഇത്രയും പേരെ ഇവിടെ കൂട്ടി വരുത്തി ഞാൻ മനസ്സിലാക്കുന്നത്, രാഷ്ട്രീയ സാംസ്കാരിക നേതൃത്വത്തിലുള്ള പലരും ഇവിടെ വരാനായിട്ട് ഇങ്ങനെ ഒരുങ്ങി നിൽക്കുകയാണ്. എനിക്ക് വേണ്ടിയാണെന്ന് തോന്നി രാവിലെ ഇത്ര ബന്ധപ്പെട്ട് തിടുക്കപ്പെട്ട് ഈ 9 മണിക്ക് ക്രമീകരിച്ചത്. അപ്പം ധാരാളം പേരെ വിളിച്ചു വരുത്തുക, കൂട്ടി വരുത്തുക. ഈ ബന്ധപ്പാട് എന്തിന്? ഒരുപക്ഷെ അതിലൂടെ ഈ ചെലവെന്തിന്? ഇത് ബന്ധപ്പാടുമല്ല, ചെലവുമല്ല, മറിച്ച് ദിസ് ഈസ് എൻ എക്സ്പ്രഷൻ ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്. ദൈവത്തോടുള്ള ഒരു വലിയ നന്ദിയുടെ സൂചകമായിട്ട് നാം ഇതിനെ കാണുന്നു എന്ന് ദൈവത്തിൻ്റെ തിരുവചനം നമ്മെ ഓർപ്പിക്കുന്നു. ഇവിടെ വായിച്ചതായ സങ്കീർത്തനം 113 സങ്കീർത്തനത്തിൽ ഒരു വാക്യം കൂടെ എടുത്ത് ഞാൻ പറയട്ടെ. അവൻ എളിയവനെ പൊടിയിൽ നിന്ന് എഴുന്നേൽപ്പിക്കുകയും ദരിദ്രനെ കുപ്പയിൽ നിന്ന് ഉയർത്തുകയും ചെയ്യുന്നു. യഹോവയെ സ്തുതിപ്പിൻ, യഹോവയുടെ ദാസന്മാരെ സ്തുതിപ്പിൻ, യഹോവയുടെ നാമത്തെ സ്തുതിപ്പിൻ, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഇന്ന് മുതൽ എന്നേക്കും തന്നെ. ഇവിടെ നമ്മെ വിളിച്ചു കൂട്ടുക ദൈവത്തിൻ്റെ വിശ്വസ്തതയെ പറ്റി സാക്ഷീകരിക്കാൻ, ദൈവത്തിൻ്റെ നന്മയെ ഓർത്ത് നന്ദി പറയുവാനാണ്. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവിൻ, അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. അത് സമൂഹത്തോട് വിളിച്ചു പറയുന്ന ഒരു സന്ദർഭമാണിത്. 50 വർഷത്തെ കുടുംബജീവിത യാത്രയിൽ അനുഭവിച്ച നന്മകളെ ഓർത്ത് അത്യുന്നതനായ ദൈവത്തിന് നന്ദി പറയുന്ന ഒരു നന്ദി സൂചകമായ ഒരു അനുഭവം കൂടിയാണ്. സഭയെ സംബന്ധിച്ചോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കുടുംബമാണ് ഈ കുടുംബം. സഭയ്ക്ക് ഏറെ സഭയെ സ്നേഹിക്കുന്ന ഒരു കുടുംബമാണ്. എം ജോൺ സാർ കഴിഞ്ഞ കൗൺസിൽ അംഗമായിരുന്നു. ഈ കീഴിലും സെൻട്രലിനും നോർത്ത് കേരള ഡയസിസിനൊക്കെ സാറ് നൽകുന്ന നേതൃത്വത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. മണി ടീച്ചറും ചേർന്നു. അതുപോലെ തന്നെ മക്കൾ ഡൽഹി സെൻട്രലിനും ഡൽഹി ഇടവയ്ക്കും ജോഡിയും കുടുംബം നൽകുന്ന നേതൃത്വം. അയർലൻഡിൽ ഒരു കുടിവരവും ഒരു ഇടവയും ഉണ്ടാകാൻ പ്രധാന കാരണം ക്രൈസും ജിൻസിയും അവരുടെ ആ കഠിനാധ്വാനം, അവരുടെ ത്യാഗം, അവരുടെ സമർപ്പണം ഒക്കെ നേരിട്ട് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ഇന്ന് ഈ പ്രിയ മക്കളൊക്കെ പോയെടുത്ത് ദൈവത്തിന് സാക്ഷികളായി നിൽക്കുന്നു. ജിമ്മിയും അതുപോലെ തന്നെ എന്ന് ഞാൻ മനസ്സിലാക്കി. അതുകൊണ്ട് പ്രത്യേകിച്ച് സഭയുടെ ബിഷപ്പുള്ള നിലയിൽ സഭാ നേതൃത്വത്തിൻ്റെ പേരിൽ ഈ പ്രിയപ്പെട്ട കപ്പിളിന് അല്ലേ എല്ലാ പ്രാർത്ഥന ആശംസകളും നേരുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സെഞ്ചുറി അടിക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ദൈവത്തിൻ്റെ കൃപ കൂടെ ഇരിക്കട്ടെ. ഈ ഒരു മൈൽ സ്റ്റോണിൽ വി റിഫ്ലക്ട് ഗോഡ്സ് ഗ്രേസ്. ദൈവത്തിൻ്റെ കൃപയെ നാം നന്ദിപൂർവ്വം ഓർക്കുന്നു. ദൈവത്തിൻ്റെ ഗിഫ്റ്റ്, ദാനങ്ങളെ നന്ദിപൂർവ്വം ഓർക്കുന്നു. എല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്. ധനം, കുടുംബം, മക്കൾ, കൊച്ചുമക്കൾ, സമൂഹം, സ്നേഹനിധിയായ എല്ലാ അനുഭവങ്ങളും ദൈവത്തിൻ്റെ ദാനമാണ്. ഒന്നാമതായിട്ട് ഇതൊരു ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ അനുഭവമാണ്. ദൈവത്തിന് നന്ദി പറയുന്ന ഒരനുഭവമാണ്. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവ്വ അന്തർനാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവ വാഴ്ത്തിൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. ഇറ്റ്സ് എ ടൈം ടു റിമെമ്പർ ഗോഡ്സ് ഫെയ്ത്ത്ഫുൾനെസ്. ദൈവത്തിൻ്റെ വിശ്വസ്തത ഓർക്കുന്ന സന്ദർഭം കൂടിയാണ്. അതുകൊണ്ട് എല്ലാവരുടെയും പേരിൽ പ്രത്യേകമായിട്ടുള്ള ഈ ഗോൾഡൻ
ജൂബിലി വെഡിങ് ആനിവേഴ്സറി സെലിബ്രേഷൻ ദൈവം നിങ്ങളെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. ആയുസ്സും ആരോഗ്യം നൽകട്ടെ. സഭയ്ക്കും ദൈവരായത്തിനും തുടർന്നും ഒരു വലിയ വിളക്കായി അനുഗ്രഹമായി അനുഗ്രഹത്തിൻ്റെ ചാനലുകളായി നിൽപ്പാൻ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും പ്രത്യേകമായ പ്രാർത്ഥനകളും ആശംസകളും നേരുന്നു. ഗോഡ് ബ്ലസ് യു എന്ന് പറഞ്ഞുകൊണ്ട് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായിട്ട് ഞാൻ പ്രഖ്യാപിക്കുന്നു. ഇടക്കൊടിയിൽ പ്രിയ എം ജോൾ സാറിൻ്റെയും മോളി ടീച്ചറുടെയും 50th ആനിവേഴ്സറി സമ്മേളനം ഉദ്ഘാടനം ചെയ്ത അഭിവന്ദ്യ ഡോക്ടർ എബ്രഹാം ചാക്കോ തിരുമേനിയോടുള്ള സ്നേഹം ഈ സമയത്ത് പങ്കുവയ്ക്കുന്നു. ഇപ്പോൾ ഫാമിലി മെമ്പേഴ്സിൻ്റെ ഒരു സോങ് ഈ സമയത്ത് ഉണ്ടായിരിക്കും. അതിനായി അവരെ ക്ഷണിക്കുന്നു. ജീവനാഥൻ വെളിച്ചമേകും ദീപ്തമാം
മാത്രം തിരുപാദങ്ങളുടെ കടത്തു വരുവാൻ, തിരുമുഖത്തേക്ക് നോക്കുവാൻ ആശ്വാസവും ബലവും ധൈര്യവും കർത്താവ് സംഭരിപ്പാൻ തരുന്ന അവസരത്തിനാണ് അങ്ങേ വാഴുന്നു. ദൈവം നമ്മുടെ സങ്കേതവും ബലവും ആവുന്ന കഷ്ടങ്ങൾ അങ്ങേറ്റോട് തുണയാൻ സമ്പത്തൻക്കാൻ കർത്താവ് നമ്മളെ ഓർമ്മിക്കുന്നു. പ്രത്യേകിച്ച് ഈ വാത്സല്യ ദാസിയുടെ കിടക്കി കഴിയുന്നുണ്ട്. കർത്താവെ, ഞങ്ങൾക്ക് സ്വർഗത്തിലേക്ക് നോക്കി അങ്ങയുടെ നമ്മൾക്ക് വേണ്ടി യാചിക്കുവാനും നിങ്ങളുടെ കൃപയ്ക്ക് വേണ്ടി യാചിക്കുവാനും പ്രിയമോളെ കരുതുന്നതിന് വേണ്ടി സ്തോത്രം ചെയ്യുവാനും അവിടെ നിന്ന് അവസരത്തിനായിട്ടൊക്കെ വാഴ്ത്തുന്നു. കർത്താവ് ശരീര ക്ലേശത്താൽ ബന്ധനായിരിക്കുമ്പോൾ ശുശ്രൂഷിപ്പാനും കരുതുവാനൊക്കെ പ്രിയപ്പെട്ട ഒരുക്കിയിരിക്കുന്നവർ നിങ്ങളെ വാഴ്ത്തുന്നു. പ്രിയപ്പെട്ട ജോസാറിനായിട്ടും മോളി ടീച്ചർക്കായിട്ടങ്ങൾ സ്തുതിക്കുന്നു. ഈ ഭവനത്തിൽ ദാസിയെ ശുശ്രൂഷിപ്പാനൊക്കണം നിന്റെ മക്കളെ ഏൽപ്പിച്ചിരിക്കുന്നതായ ആ വലിയ ദൗത്യത്തിൽ സ്വർഗീയത്തോടെ ഇരിക്കുന്നവർക്കെന്ന് വാഴ്ത്തുന്നു. ശുശ്രൂഷിക്കുന്ന ഓരോ പ്രിയപ്പെട്ടയും കർത്താവ് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സന്തോഷത്തിൽ കർത്താവെ, ഈ വെഡിങ് ആനിവേഴ്സറിയുടെ ഈ ദിനത്തിൽ കർത്താവെ, ഞങ്ങൾക്ക് ഒരുമിച്ച് സന്തോഷിപ്പാനും അതോടൊപ്പം ഈ ദാസിയെ ആദരിപ്പാനും കർത്താവ് തരുന്ന അവസരത്തിനായിട്ട് നമ്മൾ സ്തുതിക്കുന്നു. കർത്താവ് നിങ്ങളോട് കൂടെ ഇരിക്കണമേ. ഇടവും ബലവും മുൻപും പിൻപും കർത്താവും കാവൽ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പുരാതനായ ദൈവത്തിൻ്റെ സംഘടന ശാശ്വത പുരങ്ങളിൽ ശുദ്ധിപിതാവിൻ്റെ ശാശ്വതമായ കുഞ്ഞുങ്ങളുടെ നിങ്ങളെ വഹിച്ച് വഴി നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശരീരക്ലേശം വർദ്ധിക്കാതെ കർത്താവ് പ്രാർത്ഥിക്കണമേ. അവിടുന്ന് സൗഖ്യമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. സൗഖ്യം നൽകി അവിടുന്ന് അനുഗ്രഹിക്കാത്ത പ്രാർത്ഥന കേട്ടികളെ സ്തുതിക്കുന്നു. യേശു ക്രിസ്തു തന്നെ പ്രാർത്ഥിക്കണമേ. ദൈവത്തിന്റെ സർവ്വ നന്മകളും അനുഗ്രഹങ്ങളും സർവ്വ നന്മകളുടെയും സർവ്വ അനുഗ്രഹങ്ങളുടെയും ദാനമായി ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പരമപിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ ദിനത്തിൽ വിവിധ രാജ്യങ്ങളിൽ നിന്നും വിവിധ സ്ഥലങ്ങളിൽ നിന്നും കർത്താവെ, ഞങ്ങൾക്ക് ഈ ഭവനത്തിന്റെ അങ്കണത്തിൽ കൂടി വന്ന സ്വർഗസ്ഥനായ ഞങ്ങളുടെ ദൈവത്തെ, സൃഷ്ടാവായ ദൈവത്തെ, ഞങ്ങളെ വഴി നടത്തുന്ന, ഞങ്ങളെ അനുഗ്രഹിക്കുന്ന, ഓരോ ദിനവും ഓരോ നിമിഷവും കർത്താവെ ഞങ്ങളെ സ്നേഹിക്കുന്ന, കരുതുന്ന ഞങ്ങളുടെ നല്ല നന്ദി പറയുവാൻ തരുന്ന അവസരത്തിനായിട്ട് നന്ദിയോട് ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു. പ്രിയപിതാവെ, 50 വർഷത്തിന് മുമ്പ് കർത്താവ് ഈ ദാസനെയും ദാസിയെയും തക്ക തുടങ്ങണമെന്ന് കണ്ട് കർത്താവ് കുടുംബത്തിൽ നീ അവരെ സംയോജിപ്പിച്ചു. 50 വർഷത്തെ കുടുംബജീവിത യാത്രയിൽ പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ദൈവത്തിന്റെ കൃപ എത്ര വലുതായിരുന്നു, ദൈവത്തിന്റെ കരുണ എത്ര വലുതായിരുന്നു, ദൈവത്തിന്റെ വിശ്വസ്തത എത്ര വലുതായിരുന്നു, ദൈവത്തിന്റെ നന്മകൾ, ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ എത്ര വലുതായിരുന്നു ഓർക്കുവാൻ തരുന്ന അവസരങ്ങൾക്കായിട്ട് അങ്ങ് വാഴ്ത്തുന്നു. കർത്താവെ, ഈ നാടിനും കർത്താവെ സഭയ്ക്കും ഈ ഇവിടെയുള്ള ഇടവയ്ക്കും സെൻട്രലിനും ഡയസിസിനും ഒക്കെ നിന്റെ മക്കൾ നൽകിയ നേതൃത്വത്തിനായിട്ടും കർത്താവ് എല്ലാവിധമായ സംഭാവനകൾക്കായിട്ട് നന്ദിയോടെ ഞങ്ങൾ വാഴ്ത്തുന്നു. 50 വർഷം കുടുംബജീവിതത്തിൽ കർത്താവെ മുൻപോട്ട് പോകുമ്പോൾ വീണ്ടും സ്വർഗമേ നീ അവരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശരീരക്ഷീണവും ക്ലേശവും ഒക്കെ ഉണ്ടെങ്കിൽ തന്നെയും ഓരോ ദിവസവും ദൈവത്തിന്റെ കൃപ നൽകി അവിടെ സഹായിക്കുന്നവർ തന്നെ വാഴ്ത്തുന്നു. ദാനം കൊടുത്ത മക്കളോട് കുടുംബങ്ങൾ, അവരുടെ തലമുറകൾ വിവിധമായ സ്ഥലങ്ങളിൽ കർത്താവെ, രാജ്യങ്ങളിൽ തന്റെ മക്കൾ സാക്ഷ്യത്തോടെ ദൈവരാജ്യത്തിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടി അധ്വാനിക്കുകയും ജീവിക്കുകയും ചെയ്യുമ്പോൾ അവരെ അനുഗ്രഹിക്കണമെന്ന് വീണ്ടും പ്രാർത്ഥിക്കുന്നു. ഇവിടെ സന്നിധരായിരിക്കുന്ന വൈദികർക്കായിട്ടും സുവിശേഷന്മാർക്കായിട്ടും സേവന സഹോദരിമാർക്കായിട്ടും കുടുംബാംഗങ്ങൾക്കായിട്ടും വിശിഷ്ടാദികൾക്കായിട്ടും കർത്താവെ, കർത്താവ് കൂട്ടായ്മക്കാർക്കായിട്ടും നന്ദിയോടെ ഞങ്ങളങ്ങ് വാഴ്ത്തുന്നു. കർത്താവെ, ഈ നിന്റെ വാത്സല്യദാസനെയും ദാസിയെയും തുറന്നു അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഞാനും എൻ്റെ കുടുംബമോ ഞങ്ങൾ യഹോവയെ സേവിക്കുന്നുള്ള ആ വലിയ ഉറച്ച തീരുമാനത്തിൽ ദൈവത്തിന്റെ കൃപയിൽ, ആ ദൈവത്തിന്റെ സ്നേഹത്തിൽ, ദൈവത്തിന്റെ കരുണയിൽ കർത്താവെ നിന്റെ മക്കളെ മറിച്ച് മുൻപോട്ട് വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കൃപ നിന്റെ മക്കളോട് കൂടെ ഇരിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ശരീരക്ലേശത്തിൽ കർത്താവിനായിരിക്കും സഹോദരിയോട് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കൃപ കൂടെ ഇരിക്കണമേ. ഈ നിന്റെ വാത്സല്യ മക്കളെ, കർത്താവ് തലമുറകളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്നെങ്കിൽ പ്രാർത്ഥിക്കുന്നു. എല്ലാം നന്മകളാൽ നിറച്ച് അനുഗ്രഹത്തോടെ മുൻപോട്ട് നടക്കുന്നത് ഈ ദിവസങ്ങളിൽ ഇവിടെ നടക്കുന്ന എല്ലാ ശുശ്രൂഷകളും, എല്ലാ കർത്താവെ ആശംസകളും ഒക്കെ അനുഗ്രഹമാക്കണമേ. പ്രാർത്ഥന കെട്ടിക്കാൻ അങ്ങനെ സ്തുതിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ തന്നെയും. അത്യുന്നതനായ ദൈവം ഇതിന്റെ മക്കളോട് കൃപയെ അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവം തന്നെ തിരുമുഖം ഇതിന്റെ മക്കളുടെ പേര് പ്രകാശിപ്പിക്കുമാറാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും പകർന്ന ത്രിയേക ദൈവത്തിന്റെ കൃപകളും അനുഗ്രഹവും ആശീർവാദങ്ങളും നാം ഇവരോടും ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ കാര്യങ്ങളും, വിശിഷ്യ കുടുംബജീവിതത്തിൽ യാത്രയിൽ 50 വർഷം പിന്നിട്ട് മുൻപോട്ട് യാത്രയിലായിരിക്കുന്ന ഇതിന്റെ മക്കളെ തുറന്നു അനുഗ്രഹിക്കണം ഇന്നും എന്നേക്കും തന്നെ.
Congratulations and celebration when I tell everyone that you're in love with me. Congratulations and jubilation. I want the world to know I'm happy as can be. Who would believe that I could be happy and contented? I used to think that happiness hadn't been invented, but that was in the bad old days before I met you. When I let you walk into my heart. ഈ മനോഹരമായ ദിവസം പ്രിയ പപ്പയുടെയും മമ്മിയുടെയും 50th ആനിവേഴ്സറിയോടനുബന്ധിച്ച് നമുക്കിവിടെ കൂടി വരുവാൻ ദൈവം നമ്മെ സഹായിച്ചു. അതുപോലെ ഇന്ന് കുടുംബ സംഘവുമായിട്ടും കൂടിയാണ് ഇന്നത്തെ ദിവസം സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് പ്രിയ തിരുമേനി ഇന്നിവിടെ എത്തിച്ചേരുകയുണ്ടായി. തിരുമേനിയോടുള്ള പ്രത്യേക നന്ദി ഈ കുടുംബത്തിൻ്റെ പേരിൽ ഞങ്ങൾ ഹൃദയത്തിൽ നിന്ന് അറിയിച്ചു കൊള്ളുന്നു. ദൈവം ദാസനെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അച്ഛൻ പറഞ്ഞതുപോലെ ഒരു ദീർഘദൂര യാത്രയ്ക്ക് വേണ്ടി പ്രിയ തിരുമേനി പോവുകയാണെങ്കിലും ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് കടന്നു വന്നതിനുള്ള നന്ദി അറിയിക്കുന്നു. തുടർന്ന് കടന്നു വന്ന എല്ലാവർക്കുമുള്ള നന്ദി അടുത്ത സെഷന് ശേഷം ഞങ്ങൾ ചെയ്യുന്നതായിരിക്കും. എല്ലാവരും കടന്നു വന്ന എല്ലാവരോടും ഒരിക്കൽ കൂടി പ്രാരംഭമായി നന്ദി അറിയിക്കുന്നു. രക്ഷക എന്റെ പാപഭാരമെല്ലാം നീക്കണേ. യേശുവേ എന്നും നീതിമാന്റെ മാർഗം നൽകണേ. രക്ഷക എന്റെ പാപഭാരമെല്ലാം നീക്കണേ. യേശുവേ എന്നും നീതിമാന്റെ മാർഗം നൽകണേ. ഇടയ വഴിയിൽ അഭയമരുളൂ. രക്ഷക എന്റെ പാപഭാരമെല്ലാം നീക്കണേ. യേശുവേ എന്നും നീതിമാന്റെ മാർഗം നൽകണേ. ക്രൂശിൽ പിടഞ്ഞ വേളയിൽ നാഥൻ ചൊരിഞ്ഞ ചോരയിൽ. ക്രൂശിൽ പിടഞ്ഞ വേളയിൽ നാഥൻ ചൊരിഞ്ഞ ചോരയിൽ ബലിദാനമായിതാ തിരുജീവനേകിനി. ബലിദാനമായിതാ തിരുജീവനേകിനി. പാടുന്നു ഏകാകി ഞാൻ നാഥാ നീ കേൾക്കില്ലയോ. കാരുണ്യം ചൊരികില്ലയോ. രക്ഷക എന്റെ പാപഭാരമെല്ലാം നീക്കണേ. യേശുവേ എന്നും നീതിമാന്റെ മാർഗം നൽകണേ. നീറും മനസ്സിനേകിനി സ്നേഹം നിറഞ്ഞ വാക്കുകൾ. നീറും മനസ്സിനേകിനി സ്നേഹം നിറഞ്ഞ വാക്കുകൾ. ശരണാർത്ഥിയായിതാ തിരുമുൻപിൽ നിന്നു ഞാൻ. ശരണാർത്ഥിയായിതാ
തിരുമുൻപിൽ നിന്നു ഞാൻ കേഴുന്നു ഏകാകി ഞാൻ. നാഥ നീ കനിയില്ലയോ, കണ്ണീരും തൂകുന്നിതാ. രക്ഷക എൻ്റെ പാപഭാരമെല്ലാം നീക്കണേ. യേശുവേ എന്നും നീതിമാന്റെ മാർഗം നൽകണേ. രക്ഷക എൻ്റെ പാപഭാരമെല്ലാം നീക്കണേ. യേശുവേ എന്നും നീതിമാന്റെ മാർഗം നൽകണേ. ഇടയ വഴിയിൽ നീ അഭയമരുളൂ. രക്ഷക എൻ്റെ പാപഭാരമെല്ലാം നീക്കണേ. യേശുവേ എന്നും നീതിമാന്റെ മാർഗം നൽകണേ. അമ്മയുടെ സഹോദരൻ്റെ മകളാണ് മോളി ചേച്ചി. അപ്പോൾ മോളി ചേച്ചിക്കും ജോർജിയേട്ടനും 50ാം വിവാഹ വാർഷിക മംഗളങ്ങൾ ആശംസിക്കുന്നതോടൊപ്പം കൂടുതൽ കാലം ഈ വിവാഹ മംഗള വാർഷികം ആഘോഷിക്കാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഞങ്ങൾ താമസിക്കുന്നത് എൻ്റെ സഹോദരങ്ങളും ഞാൻ എല്ലാവരും കൂടിയാണ് കടന്നു വന്നിരിക്കുന്നത്. ഞങ്ങൾ താമസിക്കുന്നത് ഇടുക്കി ജില്ലയിലെ ശാന്തപാറ പഞ്ചായത്തിലാണ്. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്നേഹം.